തദ്ദേശവാർഡ് വിഭജന ബില്ല് പാസാക്കിയതിൽ പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുന്നതായി മന്ത്രി എം.പി. രാജേഷ്. പ്രതിപക്ഷം കിട്ടുന്നതെല്ലാം സർക്കാരിനെതിരായ ആയുധമാക്കി ഉപയോഗിക്കുന്നു. ചട്ടപ്രകാരമാണ് തദ്ദേശവാർഡ് പുനർവിഭജന ബില്ല് പാസാക്കിയത്. പ്രതിപക്ഷ നേതാവ് സഭയിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വിയോജിപ്പ് അറിയിച്ചാൽ തങ്ങൾ കേൾക്കുമായിരുന്നു എന്നും പ്രതിപക്ഷം ബില്ല് ചർച്ച ചെയ്യുന്നതിന് താൽപര്യം കാണിച്ചില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം ഒരു തെറ്റായ ചിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളും ആധിപത്യവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം സർക്കാർ ചെയ്തു എന്ന നിലയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ചട്ടം വേവ് ചെയ്യാനുള്ള വ്യവസ്ഥ ചട്ടങ്ങളിലുണ്ട്. അതുപയോഗിച്ച് ചട്ടപ്രകാരമാണല്ലോ സർക്കാർ ഇത് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് സീറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹെഡ്ഫോൺ വെച്ച് നടപടിക്രമങ്ങൾ ആകെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് ഇതിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും കേൾക്കാതിരിക്കും. ബലം പ്രയോഗിച്ച് പാസാക്കേണ്ട ഒരു ആവശ്യം സർക്കാരിനെ സംബന്ധിച്ചില്ല. ഒന്നുകിൽ പ്രതിപക്ഷത്തിന്റെ വീഴ്ച, അല്ലെങ്കിൽ പ്രതിപക്ഷം പിന്നീട് കാണിച്ച കൗശലം. ഒരു വിരുദ്ധം ഭരണപക്ഷം ഇക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല.